ഇന്നത്തെ നമ്മുടെ അതിഥി സിനിമാ സീരിയൽ താരമായ സ്വാസികയാണ്. സ്വാസിക നമുക്കറിയാം പ്രജു, നമ്മുടെ ഫ്ലവേഴ്സിലെ ഏറ്റവും നന്നായി പോയിക്കൊണ്ടിരിക്കുന്ന സീത എന്ന് പറയുന്ന സീരിയൽ അഭിനയിക്കുന്നു. അതോടൊപ്പം തന്നെ നിരവധി സിനിമകളിലും സ്വാസികയ്ക്ക് ഇപ്പോൾ ഒരുപാട് അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. അപ്പം നമുക്ക് സ്വാസികയോട് ചോദിക്കാം പല കാര്യങ്ങളും. തീർച്ചയായിട്ടും. സ്വാസിക, സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് സ്വാസികയുടെ ഒരു പ്രഭാതങ്ങൾ എങ്ങനെയായിരുന്നു? സിനിമ അങ്ങനെയൊക്കെ വരുന്നതിന് മുമ്പ്, അതായത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ മോർണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രാവിലെ ഒരു 5:30 ആകുമ്പം എഴുന്നേക്കും. അത് കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് ഡാൻസ് റിഹേഴ്സൽ ഉണ്ടാവും. ഒരു മണിക്കൂർ 6 to 7 ഡാൻസിൻ്റെ ഒരു റിഹേഴ്സൽ ഉണ്ടാവും. ടീച്ചർ അങ്ങനെയൊന്നും വന്ന് പഠിപ്പിക്കണമല്ല, നമ്മൾ തന്നെ സ്വന്തമായിട്ട് റിഹേഴ്സൽ ചെയ്യുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഫ്രഷ് ആവലും ഭക്ഷണം കഴിക്കലും എല്ലാം കഴിഞ്ഞിട്ട് സ്കൂളിലോ കോളേജിലോ എവിടെയാണെന്ന് വെച്ചാൽ പോവും. നോർമൽ എല്ലാവർക്കും ഉണ്ടാവുന്ന പോലത്തെ ഒരു മോർണിംഗ് തന്നെയാണ്. പക്ഷെ ഡാൻസ് പ്രാക്ടീസ് അന്ന് സ്ഥിരമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സിനിമ സീരിയൽ അങ്ങനെ ഇതിലേക്ക് ഈ ഒരു ഓട്ടത്തിലേക്ക് വന്നതിന് ശേഷം അത് ഇച്ചിരി പുറകോട്ടായിപ്പോയി. 5:30 എണീക്കാറേ ഇല്ല. എഴുന്നേക്കാൻ വിചാരിക്കുമ്പോഴും പറ്റുന്നില്ല. എങ്ങനെ വന്നാലും ഒരു 6:30 ആവും എഴുന്നേക്കാൻ. അങ്ങനെ എണീറ്റ് കഴിഞ്ഞാലും പിന്നെ നമ്മളിപ്പോൾ തലേ ദിവസം ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഒരുപാട് ലേറ്റ് ആയിട്ട് വരുന്നെങ്കിൽ മൊത്തത്തിൽ ഒരു ലേസിനെസ് ഇങ്ങനെ മനസ്സിലിങ്ങനെ കിടക്കും. അതുകൊണ്ട് ഡാൻസ് പ്രാക്ടീസൊക്കെ എല്ലാ ദിവസവും മറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഒന്ന് മാറിയിട്ട് ചിലപ്പോൾ ആഴ്ചയിൽ 2 ദിവസം 3 ദിവസം അങ്ങനെയൊക്കെ ആക്കി ചുരുങ്ങി. അത് മാറ്റിയെടുക്കണമെന്നുണ്ട്, ഇതുവരെ സാധിച്ചിട്ടില്ല. ഇപ്പോൾ കുറച്ച് മടിച്ചിയായിട്ടാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വാസികയുടെ പോലെ തന്നെ ഇപ്പോൾ ക്രിസ്റ്റ്യാന ഇന്നലെ പറഞ്ഞ പോലെ തന്നെയാണ്. അതായത് ഒത്തിരി തിരക്കുകൾക്കിടയിൽ പല കാര്യങ്ങളും ശ്രദ്ധിക്കാനൊന്നും പറ്റാറില്ല എന്ന് ഇന്നലെ. പക്ഷേ അതേപോലെ തന്നെ ഒരു ഗായകനായ പ്രജുവിന് സാധകമൊക്കെ ചെയ്യാൻ സമയം കിട്ടാറുണ്ട്. നമുക്ക് സ്വാസികയുടെ അടുത്ത ചോദ്യം ചോദിക്കാം. സ്വാസിക ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, എങ്ങനെയാണ് ഈ ഡയറ്റ് പ്ലാൻസ് ഒക്കെ ഏത് രീതിയിലാണ് കൺട്രോൾ ചെയ്യുന്നത്? കാരണം ഇത്രയും തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കൃത്യസമയത്ത് ഭക്ഷണമൊക്കെ കഴിക്കാൻ സാധിക്കാറുണ്ടോ? അതോടൊപ്പം തന്നെ എന്തൊക്കെയാണ് പ്രിഫർ ചെയ്യുന്നത്? ഡയറ്റ് പ്ലാൻ പറഞ്ഞു തരാനൊന്നുള്ള രീതിയിലുള്ള ഡയറ്റൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഞാൻ ആകെ ഫോളോ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, രാത്രി ഒരു 8 മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കാറില്ല. അതിപ്പം എത്ര വിശന്നാലും നമ്മൾ 8 മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കാറില്ല. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നന്നായിട്ട് കഴിക്കും. ഉച്ചയ്ക്കൊക്കെ വളരെ ക്വാണ്ടിറ്റി കുറച്ചിട്ട്, അതായത് എല്ലാ കൈൻഡ് ഓഫ് ഫുഡും ഞാൻ കഴിക്കും. പക്ഷേ അതിൻ്റെ അളവ് വളരെ കുറച്ചായിരിക്കും ഉണ്ടാവുക. ഒരുപാട് ഇങ്ങനെ അതായത് വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ സ്നാക്സ് കഴിക്കുക അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. കൃത്യം ടൈമിൽ ആ സമയത്ത്, ഇപ്പോൾ രാവിലെ ആണെങ്കിൽ രാവിലത്തെ കുറേ ഫുഡ് ഉണ്ടാവുമല്ലോ, ഉച്ചയ്ക്കാണെങ്കിൽ അങ്ങനത്തെ ചോറ് കറികൾ, രാത്രിയാണെങ്കിൽ ചപ്പാത്തി അല്ലെങ്കിൽ അങ്ങനത്തെ ആ ഒരു ഇതിൽ നിന്ന് മാറിയിട്ട് വെറുതെ 4 മണിക്കും 5 മണിക്കും 11 മണിക്കൊക്കെ ഓരോന്നിങ്ങനെ കഴിക്കൽ ഇല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 8 മണിക്ക് രാത്രി മാക്സിമം നമ്മൾ ഒരുപാട് ലേറ്റ് നൈറ്റ്, അതായത് ഞാൻ പല ആർട്ടിസ്റ്റുകളിലാണെങ്കിലും അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരിൽ കണ്ടിട്ടുണ്ട്, അവരെല്ലാ ജോലിയൊക്കെ തീർത്തിട്ട് ഒരു 10 മണി 11 മണിയാകുമ്പോൾ ഭയങ്കര ഹെവി ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങും. അത് നമുക്ക് ബോഡിയിൽ വെയിറ്റ് കൂട്ടാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ കുറച്ചെങ്കിലും ഒന്ന് ബോഡി കൺട്രോൾ ചെയ്യാൻ പറ്റും. അത്രയേ ഉള്ളൂ എൻ്റെ ഒരു ഡയറ്റ് എന്ന് പറഞ്ഞാൽ. അതാണ് സ്വാസികയുടെ ഡയറ്റ് വിശേഷങ്ങൾ. ഇനി സ്വാസികയോട് മറ്റു കാര്യങ്ങളും നമുക്ക് ചോദിച്ചറിയേണ്ടതായിട്ട് സ്വാസിക, നേരത്തെ പറഞ്ഞില്ല, ഈ സീത എന്ന് പറയുന്ന പരമ്പരയിലൂടെ ഒത്തിരി സ്ത്രീ പ്രേക്ഷകരുടെയൊക്കെ തന്നെ ഇഷ്ട കഥാപാത്രമാണ് സ്വാസിക അവതരിപ്പിക്കുന്ന കഥാപാത്രം. മാത്രമല്ല അതിലെ ഒരു കല്യാണ വിശേഷമൊക്കെ വീഡിയോ ആയിട്ട് വരികയും ചെയ്തു. എനിക്ക് തോന്നുന്നു നമുക്ക് സ്വാസികയോട് തന്നെ, സ്വാസിക, സീത എന്ന പരമ്പര വളരെ നന്നായി പോവുകയാണ്. അതിലെ പല കാര്യങ്ങളും വൈറൽ സെഗ്മെന്റായി യൂട്യൂബിലും ഒക്കെ പ്രചരിക്കുന്നുണ്ട്. ഈ സീത എന്ന പരമ്പരയിലേക്ക് സ്വാസിക വന്നതിന് ശേഷം സ്വാസികയുടെ ഒരു പ്രഭാതം എങ്ങനെയാണ് മാറിയിരിക്കുന്നത്? ആ സെറ്റിലെ ഒരു പ്രഭാത വിശേഷങ്ങൾ ഒന്ന് പങ്കുവെക്കാം. സീത സീരിയലിലെ മോർണിംഗ് വിശേഷം എന്ന് പറഞ്ഞാൽ, ഞാൻ രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും. 6:30 ആകുമ്പോഴേക്കും ലൊക്കേഷനിലെത്തും. ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞാൽ നല്ലൊരു കട്ടൻ ചായ കുടിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മേക്കപ്പ് ചെയ്യാനും ഡ്രസ്സ് ചെയ്യാനും ഒക്കെ തുടങ്ങും. എല്ലാം കഴിയുമ്പോഴേക്കും അവിടെ മിക്ക ദിവസങ്ങളിലും രാവിലെ അപ്പവും മുട്ടക്കറിയായിരിക്കും. അപ്പോൾ അതെൻ്റെ ഒരു ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റിൽ എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ്. അപ്പോൾ അതുണ്ടെങ്കിൽ ഒരു 3 അപ്പവും മുട്ടയൊക്കെ കഴിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ചായ കാപ്പി അതൊക്കെ വളരെ കുറവാണ്, അതൊന്നും കഴിക്കാറില്ല. പിന്നെ നമ്മൾ ഷൂട്ടിലേക്ക് തുടങ്ങും. ഒരു 4, 5, 6, 7 സീൻസൊക്കെ എടുത്തതിന് ശേഷം പിന്നെ ഒരു ചെറിയ ബ്രേക്ക് കിട്ടും. ആ ബ്രേക്കിൽ നാരങ്ങ വെള്ളം അങ്ങനത്തെ എന്തെങ്കിലും ഒരു ലിക്വിഡ് ഐറ്റം കഴിക്കും. അങ്ങനെയൊക്കെയുള്ളൊരു പ്രഭാത കാര്യങ്ങളുള്ളൂ. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സമയം പോണത് അറിയില്ല. കാരണം വൺസ് നമ്മൾ മേക്കപ്പ് ഇട്ട് കോസ്റ്റ്യൂം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഭയങ്കര ഫാസ്റ്റായിട്ട് ഓരോ സീനുകൾ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അതുകൊണ്ട് സമയം പോകുന്നതേ അറിയില്ല. വെറുതെ ഇരിക്കുന്നതിനേക്കാളും ലൊക്കേഷനിലെ പ്രഭാതങ്ങൾ അല്ലെങ്കിൽ ലൊക്കേഷനിലെ ഒരു ഡേ ആണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ദിവസം.
നമ്മൾ ഈ ഒരു ഫാഷൻ ട്രെൻഡ്സിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ പണ്ട് സിനിമയിൽ ഓരോ സിനിമയിലും കൊണ്ടുവരുന്ന പുതിയ കോസ്റ്റ്യൂംസ് ഒക്കെയാണ് ട്രെൻഡി ആയിട്ട് മാറുന്നത്. ഇപ്പോഴും അങ്ങനെയല്ല. കാരണം എല്ലാ ദിവസവും നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന സീരിയൽ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ സീരിയലിലൂടെയുള്ള വേഷങ്ങളും ഒക്കെ തന്നെ വളരെ ട്രെൻഡി ആവാറുണ്ട്. ഇപ്പോൾ സ്വാസികയെ കാണുമ്പോൾ എപ്പോഴും സാരിയിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പൊതുവെ സാരിയിലാണ് സ്വാസികയെ നമ്മൾ കാണാറുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. സ്വാസികയുടെ വസ്ത്രധാരണ രീതി മലയാളികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് സീരിയലിൽ വരുമ്പോൾ സാരിയിലാണ് കാണപ്പെടുന്നതെങ്കിലും ഈ ടമാർ പടാറിലൊക്കെ വളരെ വെറൈറ്റി വേഷങ്ങളിലൊക്കെ സ്വാസികയെ കാണാറുണ്ട്. എന്നാലും സ്വാസികയ്ക്ക് വ്യക്തിപരമായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്ത്രം ഏതാണ്? കോസ്റ്റ്യൂമിൽ ഞാൻ ശ്രദ്ധിക്കാത്ത ആളല്ല, ഒട്ടും ശ്രദ്ധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വേറെ ഇപ്പം നമ്മൾ അറിയാമല്ലോ, നമ്മളൊരു മോഡേൺ കോസ്റ്റ്യൂം ഇടുക എന്ന് വെച്ചോ, അപ്പോൾ അതിന് നമ്മൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ആക്സസറീസ് ആണെങ്കിലും നമ്മുടെ ഹെയർ സ്റ്റൈൽ ആണെങ്കിലും അതുപോലെ എന്താണോ നമ്മൾ യൂസ് ചെയ്യുന്ന സാൻഡൽസ് എല്ലാം നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമാണ് ആ ഒരു മോഡേൺ ഔട്ട്ഫിറ്റിന് ഒരു ഭംഗി കൂടുള്ളൂ. അതെനിക്ക് അറിയില്ല. എനിക്ക് ആ ഒരു ഫാഷൻ സെൻസ് തീരെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സാരിയിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറിയത്. അപ്പോൾ ഒരു സാരിക്ക് വേണ്ട എന്താണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അതിന് ചേരുന്ന കുറച്ച് നല്ല കുപ്പിവളകളും അതുപോലെ തന്നെ എന്തെങ്കിലും നല്ല മാല, പിന്നെ സിൽവർ ഓർണമെൻറ്റ്സ് ആണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറ്. ഇന്നിപ്പോൾ അതല്ല, പക്ഷെ അത് അപ്പോൾ സാരിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ കൂടുതൽ സാരി യൂസ് ചെയ്യാൻ തുടങ്ങിയതാണ്. പക്ഷേ അത് യൂസ് ചെയ്ത് ഇപ്പോൾ കഴിഞ്ഞൊരു 3 വർഷമായിട്ട് എൻ്റെ അടുത്ത് ആര് ചോദിച്ചാലും ഞാൻ പറയും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കോസ്റ്റ്യൂം അല്ലെങ്കിൽ ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുന്നതും കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുന്നതും സാരിയിൽ തന്നെയാണ്. അത് ഇന്ന സാരി അങ്ങനെയൊന്നുമില്ല, ഏത് ടൈപ്പ് ഓഫ് സാരീസും യൂസ് ചെയ്യും. അപ്പോൾ അതാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് കൂടുതലും എല്ലാ ഒക്കേഷൻസിലും സാരിയിൽ തന്നെയാണ് ആൾക്കാർ കാണാറ്. നമ്മുടെ ഫ്ലവേഴ്സിലെ ടമാർ പടാറിൽ ചെല്ലുമ്പോൾ മാത്രമേ ഉള്ളൂ വേറൊരു വേഷത്തിൽ വരുന്നത്. ബാക്കി എല്ലാ സ്ഥലത്തും സാരി ആയിരിക്കും. സ്വാസിക ഈ സീരിയലിൽ എത്തുന്നതിന് മുമ്പ് ഒരുപക്ഷെ സിനിമയിൽ ഒത്തിരി വേഷങ്ങൾ ചെയ്താണ്. തമിഴിലൂടെയാണ് വൈഗ എന്ന ചിത്രത്തിലൂടെയാണ് സ്വാസിക വരുന്നത്. സ്വാസിക ഏറ്റവും പോപ്പുലറായിട്ട് സ്വാസിക മാറിയത് എനിക്ക് തോന്നുന്നു കട്ടപ്പന ഋത്വിക് എന്ന ചിത്രത്തിലെ ആ തേപ്പുകാരിയുടെ വേഷമാണ്. അയാളും ഞാനും തമ്മിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും കൂടുതൽ എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടത് ഈ ഒരു ചെറിയൊരു വേഷമാണെങ്കിൽ കൂടി എല്ലാവരും പിന്നീട് തേപ്പുകാരി എന്ന് വിളിക്കുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഈ വിളി ശരിക്കും സ്വാസിക ആസ്വദിക്കുന്നുണ്ട്. എങ്ങനെയാണ് ആ സിനിമയിലേക്ക് എത്തിച്ചേർന്നത്? അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ലൈഫിൽ കിട്ടിയ ഏറ്റവും നല്ലൊരു ഭാഗ്യമാണ്. കാരണം ആ സോങ്ങിൽ വേണ്ടിയിട്ട് താരചേച്ചിയുടെ കൂടെ ദേവിക നമ്പ്യാരും ഒരു ആർട്ടിസ്റ്റ് ഡാൻസ് ചെയ്യുന്നുണ്ട്. ദേവിക ചെയ്ത ക്യാരക്ടറിന് വേണ്ടിയിട്ടാണ് എന്നെ നാദർഷിക വിളിച്ചത്. അതായത് സോങ്ങിൽ മാത്രം പോവുക എന്നുള്ള രീതിയിൽ. പക്ഷെ ഞാൻ അവിടെ ചെന്ന് കണ്ടു, എല്ലാം സംസാരിച്ചപ്പോൾ അവർക്ക് എന്തോ ഒരു മനംമാറ്റം വന്നിട്ട് നേരത്തെ കാസ്റ്റ് ചെയ്ത കുട്ടിയെ മാറ്റിയിട്ട് ആ തേപ്പുകാരിയുടെ ക്യാരക്ടർ എനിക്ക് തരികയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ മുഖം കണ്ടപ്പോൾ അവർക്ക് തോന്നി കാണും അങ്ങനത്തെ ഒരാളാണോ എന്ന്. എന്താണെന്ന് എനിക്കറിയില്ല. വളരെ യാദർശികമായിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു, നമുക്ക് പാട്ട് വേണ്ട, നമുക്ക് ഈ ഒരു ക്യാരക്ടർ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? ഇങ്ങനെ ഒരു തേച്ചിട്ട് പോകുന്നൊരു പെൺകുട്ടിയാണ്, കുറച്ച് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാക്കുമായിരിക്കും, കുഴപ്പമുണ്ടോ ചെയ്യാൻ? നിങ്ങളിപ്പോൾ സീതയിൽ ഭയങ്കര പോസിറ്റീവായിട്ട് എല്ലാം നല്ല ക്വാളിറ്റീസ് മാത്രമുള്ളൊരു പെൺകുട്ടിയായിട്ട് അഭിനയിക്കുകയാണ്, അപ്പോൾ അതൊക്കെ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, ഒരു പ്രശ്നമില്ല, നമ്മൾക്ക് എന്തും ചെയ്യാനുള്ള ആൾക്കാരാണല്ലോ ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഏത് ക്യാരക്ടേഴ്സും ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. അപ്പോൾ എനിക്കും അത് വളരെ സന്തോഷമായിരുന്നു ആ ഒരു ഇമേജിൽ നിന്ന് വേറൊരു ഇമേജിലേക്ക് പോകാമെന്നുള്ളത്. അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് വന്നൊരു ചാൻസാണ്. അതെന്തോ ഭാഗ്യം കൊണ്ട് ഒരുപാട് ആൾക്കാർ എനിക്ക് പറഞ്ഞ പോലെ നെഗറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ആ തേപ്പുകാരി എന്നുള്ള രീതിയിൽ വന്നിട്ടേ ഇല്ല. എല്ലാവരും സ്നേഹത്തോടെ തേപ്പുകാരി ചേച്ചി അങ്ങനെയൊക്കെ സംസാരിക്കും എന്നല്ലാതെ ഒരിക്കലും ഒരു മോശമായിട്ട് എനിക്ക് ഒരു കമൻസും അല്ലെങ്കിൽ ഒരു ഫീഡ്ബാക്സും കിട്ടിയിട്ടില്ല. അതും ഈ പറഞ്ഞ പോലെ നൈറ്റ് ഷൂട്ടായിരുന്നു തൊടുപുഴയിൽ 3 ദിവസത്തെ സോങ് ഷൂട്ട്. അത് കഴിഞ്ഞ് പിന്നെ ഒരു 3 ദിവസം നമ്മുടെ സീൻസും കാര്യങ്ങളും എല്ലാമായിട്ട് നാദർഷിക്കയുടെ ഒരു സെറ്റിൽ എല്ലാം യങ് ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവിടെയും എനിക്ക് ഫ്രണ്ട്സായിട്ട് കുറേ പേരുണ്ടായിരുന്നു, നമുക്ക് നേരത്തെ പരിചയമുള്ളവർ. അങ്ങനെ അതും ഈ പറഞ്ഞ പോലെ വളരെ രസകരമായിട്ട് ഷൂട്ടിംഗ് ചെയ്ത ഒരു ലൊക്കേഷനായിരുന്നു. എനിക്കെപ്പോഴും എൻ്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു ക്യാരക്ടർ അല്ലെങ്കിൽ എപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ കട്ടപ്പനയിലെ തേപ്പുകാരിയാണ്. ഇപ്പോൾ ഈ അവസരത്തിൽ ഞാൻ നാദർഷിക്കയുടെ ഒരിക്കൽ കൂടി താങ്ക്സ് പറയുന്നു.